നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. നിലമ്പൂരിൽ രണ്ട് മുന്നണികളും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. പലതരത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം സ്വരാജിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്തെ അറിയപ്പെടുന്ന പല സാംസ്കാരിക നായകരും സ്വരാജിന് വേണ്ടി വോട്ട് ചോദിച്ച് രംഗത്ത് വരുന്നുണ്ട്. സ്വരാജിനെ പോലെ ഒരു പ്രതിഭയ്ക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്തതിലുള്ള നിരാശ രേഖപ്പെടുത്തുന്നുണ്ട്. സ്വരാജ് എത്ര നൈർമല്യമേറിയ സൗന്ദര്യമുള്ള മനോഹരമായ ഒരു പൂവാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നേരത്തെ വി.കെ. ശ്രീരാമനെ പോലുള്ള ആൾക്കാർ രംഗത്ത് വരുന്നത് കണ്ടു. പല ആളുകളും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് കാണുന്നു. അതേസമയം പി.എഫ്. മാത്യൂസ് ഇങ്ങനെ ഭരണകൂട ദാസ്യത്തിൻ്റെ ഭാഗമാണ് LDFൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ഈ പരസ്യമായ വോട്ടഭ്യർത്ഥനയും അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കലുമെന്ന വിമർശനവും കൂടി ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇത് എന്തുമാത്രം ശരിയായ ഒരു കാഴ്ചയാണ്. അതൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി സാംസ്കാരിക നായകർ രംഗത്ത് വരുന്നത്, ആളുകൾ അവരുടെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുകയോ പിന്തുണ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നത് എന്തെങ്കിലും കുഴപ്പമുള്ള കാര്യമാണോ? എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ആരെയൊക്കെ പിന്തുണച്ചുകൊണ്ട് ആരെല്ലാം വരുന്നു പോലെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കാനുണ്ടാവും വിചാരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ വിഷയം കൂടി അവസാനം എടുക്കുന്നത്. ദിവസം എന്താണ് തോന്നുന്നത്? സാംസ്കാരിക നായകരായ ആളുകൾ അവരുടെ കക്ഷി രാഷ്ട്രീയ അനുഭാവങ്ങൾ തുറന്നു പറയാനോ പിന്തുണകൾ പ്രഖ്യാപിക്കാനോ പാടില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്, അത് പറയാം എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അതിനകത്ത് നമുക്ക് ഏത് പോയിന്റിൽ നിൽക്കാം? അതിൽ ഈ നിലമ്പൂർ ഇപ്പോൾ ഈ സ്വരാജിന് വേണ്ടിയിട്ട് സാംസ്കാരിക കേരളം ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല പരിപാടി നടക്കുന്നു. ഇന്നലെ സ്വരാജിൻ്റെ പഴയ സഹപാഠികളും അധ്യാപകരും ഒത്തുചേർന്നു. അത് ആ സംഗമം KR മീര ഉദ്ഘാടനം ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അതിൽ എന്താ വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDFന് പ്രത്യേകിച്ച് CPMന് ഒരു സ്റ്റോറി ബോർഡുണ്ട്. എല്ലാ സമയത്തും അവരുടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന്. അതിൽ എപ്പോഴും നടക്കുന്ന പരിപാടിയാണിത്. ഈ സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം എന്ന് പറയുന്നത് പരമാവധി ആളുകളെ, എഴുത്തുകാർ ഒക്കെയുള്ള ആളുകളെ ഒന്നിച്ചു ചേർക്കുക, അവർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പിന്തുണക്കുക. കഴിഞ്ഞ തൃത്താലയിലാണ് അത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത്, MP രാജേഷിന് വേണ്ടിയിട്ട്. അവിടെയും KR മീര തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ CPM സ്ഥിരം ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും വലിയ മെച്ചം ഉണ്ടാവുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം സാധാരണ നമ്മുടെ നാട്ടിലെ എഴുത്തുകാരും സാഹിത്യകാരെന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ വോട്ട് പോലും സ്വാധീനിക്കാൻ ശേഷിയില്ലാത്ത ആളുകളാണ്. എന്ന് മാത്രമല്ല കേരളത്തിൽ ഒരുപാട് സുകുമാർ അഴീക്കോട് മത്സരിച്ച് തോറ്റിട്ടുണ്ട്, അറിയില്ലേ? കേരളത്തിൽ സാഹിത്യകാരന്മാർ, എഴുത്തുകാർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതിനേക്കാൾ തോറ്റ അനുഭവമാണ്. ONV കുറുപ്പ് മത്സരിച്ച് തോറ്റ ആളല്ലേ? തോറ്റ അനുഭവമാണ്. അതുകൊണ്ട് ജയിച്ചവരുണ്ട്, പക്ഷെ ജയിച്ചവരെക്കാൾ തോറ്റവരാണുള്ളത്. അത് ഞാൻ പറയാം. അതുകൊണ്ട് എഴുത്തുകാരായത് കൊണ്ടല്ല അവർ ജയിക്കുന്നത്, അത് വേറെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഭയങ്കരമായി വോട്ട് വർദ്ധിക്കുമെന്നോ അതിനൊന്നും കാര്യമില്ല. പക്ഷേ ഒരു പെർസെപ്ഷൻ ബിൽഡിങ്, അതിൻ്റെ ഭാഗമായിട്ട് എഴുത്തുകാരെ കൊണ്ടുവരിക, പ്രസംഗിപ്പിക്കുക, അത് ഇപ്പോഴത്തെ കാലത്ത് സ്റ്റോറിയാക്കുക, റീലിടുക എന്നുള്ളതാണ് നടക്കുന്നത്. അത് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, രാഷ്ട്രീയ മുന്നണിക്ക് നിശ്ചയമായിട്ട് അവകാശമുണ്ട്. അതിൽ പോകാനും പ്രസംഗിക്കാനും ആ സ്ഥാനാർത്ഥിയുടെ മഹത്വം പറയാനും. സ്വരാജ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ഒരാൾക്ക് തുല്യമാണ്, അതൊരു സുഗന്ധമൂറുന്നൊരു പൂവാണത് എന്നൊക്കെ പറയാൻ സാഹിത്യകാരന്മാർക്ക് അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും ട്രോളിംഗ് നിരോധനം ഇതിന് ബാധകമല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് അത് വെച്ച് ട്രോളാനും പറ്റും. അത് സ്വാഭാവികമായ രാഷ്ട്രീയ പ്രക്രിയയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എഴുത്തുകാർ വന്ന് ക്യാമ്പയിൻ നടത്തുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നു വിചാരിക്കുക. അവരെന്താണ് കക്ഷി രാഷ്ട്രീയത്തിൽ ഒരു ഭാഗം ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചേരുമ്പോൾ എഴുത്തുകാരൻ എന്നുള്ള അല്ലെങ്കിൽ സാഹിത്യകാരൻ എന്നുള്ള നിലക്ക് അവർ സാമാന്യമായിട്ട് അനുഭവിക്കുന്ന പ്രിവിലേജുകളുണ്ടാവും. ആ പ്രിവിലേജ് പിന്നെയും കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തനം വെയിലത്ത് നിൽക്കണം. സാഹിത്യകാരൻ, എഴുത്തുകാരൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു തണലാണ്, പലതരം പ്രിവിലേജുകൾ കിട്ടും. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുകയും പിന്നെ എഴുത്തുകാരൻ എന്ന് പറയുന്ന തണലത്ത് ആ പ്രിവിലേജിൽ നിൽക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടും പാടെ നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തുമ്പോൾ ആളുകൾ അതിനെ എതിർക്കും, അതിശക്തമായി വിമർശിക്കും. ഇപ്പുറത്തുള്ള ആളുകൾ അതിശക്തമായി എതിർക്കും. അപ്പോൾ എന്താണ്, സാഹിത്യകാരന്മാരെ വേട്ടയാടുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇത്തരം വാദങ്ങളായിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് പവർ പൊളിറ്റിക്സ് പറഞ്ഞാൽ ഇതാണ്. പവർ പൊളിറ്റിക്സ് പറഞ്ഞാൽ അത് ദയാരഹിതമായ ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെ ഇടമാണ്. അതിലേക്ക് വരികയും ആ ഒരു കളിയുടെ ഭാഗമാകുകയും ചെയ്യുമ്പോൾ ആ കളിയുടെ നിയമങ്ങളെല്ലാം എഴുത്തുകാർക്കും ബാധകമായിരിക്കും. അവിടെ എങ്ങനെ വിമർശിക്കപ്പെടുന്നു, എങ്ങനെ ആക്രമിക്കപ്പെടുന്നുണ്ടോ, എങ്ങനെ പരിഹസിക്കപ്പെടുന്നു, എങ്ങനെ ട്രോളപ്പെടുന്നുണ്ടോ, അതൊക്കെ സംഭവിക്കും. അത് വരുമ്പോൾ എഴുത്തുകാരെ എങ്ങനെയാക്കുന്നു, അപമാനിക്കുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു,
സൈബർ ലഞ്ച് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വെയിലത്തിറങ്ങി കളിക്കാൻ തീരുമാനിച്ചാണ് വെയിൽ കൊള്ളാൻ സന്നദ്ധമാണ്. അങ്ങ് അത് ആരോഗ്യകരമായ സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൽ ഇടതുപക്ഷത്തിന് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകും. കാരണം ഈ സാംസ്കാരിക ലോകമായിട്ട് മറ്റ് പാർട്ടികളെക്കാൾ കൂടുതൽ എൻഗേജ്മെൻ്റ് ഉള്ളത് CPM-നാണ്. പുരോഗമന കലാ സാഹിത്യ സംഘമുണ്ട്. പിന്നെ അത്തരം ആളുകളായിട്ട് എൻഗേജ് ചെയ്യുന്ന ആ ബന്ധം നിലനിർത്തുന്നതിലും അതിൻ്റെ ഒരു മെക്കാനിസം അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കോ കൊണ്ടുവരാൻ സാധിക്കുന്നതിനേക്കാൾ എഴുത്തുകാരെ കൊണ്ടുവരാൻ, സാഹിത്യകാരന്മാർക്ക് കൊണ്ടുവരാൻ പറ്റും. അത് LDF-നുള്ള ഇതാണ്. പിന്നെ നിലമ്പൂരിൻ്റെ സവിശേഷമായ എൻ്റെ ഒരു സങ്കടം ഇത് മാത്രമാണ്. ഇങ്ങനെയൊക്കെ ഒരാളാകാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ച് നോക്കിയ ഒരാളായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. അതിനുവേണ്ടി ഈ പറയുന്ന എഴുത്തുകാരുടെ സോക്കോൾഡ് ലിബറൽ പുരോഗമന എഴുത്തുകാരുടെ പിന്തുണയൊക്കെ കിട്ടാൻ വേണ്ടി സെൽഫ് ഹേറ്റിംഗ് ഫിലിംസ് എടുത്ത ഒരു മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യൻ അവിടെ ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ആ നിലയ്ക്ക് ഒരു സാംസ്കാരിക നായകനാണ്. അദ്ദേഹത്തെ പിന്തുണച്ച ആളുകൾക്ക് വരാവുന്നതാണല്ലോ, കൊണ്ടുവരാവുന്നതാണല്ലോ. അത് സംഭവിക്കുന്നില്ല തോന്നുന്നു. അല്ല, കേരളത്തിലെ സാംസ്കാരിക രംഗം എന്ന് പറഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയ ചരിത്രം കൂടിയുണ്ട്. ഇപ്പോൾ പുരോഗമന കലാസാഹിത്യ സംഘം അത് രൂപപ്പെടാനിടയായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പുരോഗമന കല എന്താണ്, ജീവൽ സാഹിത്യം എന്താണ്, ഇതൊക്കെ നിർവചിക്കപ്പെട്ടിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ പിന്നീട് ആ പുരോഗമന കലയ്ക്കും ജീവൽ സാഹിത്യത്തിനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഞാനിതിനൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടുതൽ കാണുന്നേ ഇല്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കേരളത്തിലെ സാംസ്കാരിക രംഗം നിശബ്ദമാണെന്ന് വെച്ചാൽ അവർ സംസാരിക്കുന്നവരുണ്ട്, നിശബ്ദരായവരുണ്ട്, സെലക്റ്റീവായി സംസാരിക്കുന്നവരുണ്ട്, സെലക്റ്റീവായി മൗനം പാലിക്കുന്ന ആളുകളുണ്ട്, നിത്യനിശബ്ദതയിലേക്ക് പോയ ആളുകളുണ്ട്. അത് ഏതെങ്കിലും അതൊക്കെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അതിനല്ല പറയുന്നത്, നിഷാദ് ഉദ്ദേശിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പം നിൽക്കുന്നത് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനാണല്ലോ. പിണറായി വിജയൻ സർക്കാർ 1-2 സർക്കാരുണ്ട്. ഈ സർക്കാർ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം എന്ന് വെച്ചാൽ കേരളത്തിൽ സോഷ്യൽ മീഡിയ അതിശക്തമായി എമർജ് ചെയ്ത് വരുന്ന സമയമാണ്. ഒരു പക്ഷേ കേരളത്തിൽ സോഷ്യൽ മീഡിയ കാലത്ത് വരുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. PS ഉണ്ടായിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഉണ്ട്, പക്ഷേ ഇത്ര ജനപ്രിയമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണകൂടത്തിനെതിരായിട്ടുള്ള എല്ലാ വിമർശനങ്ങളും എവിടെ വരും? സോഷ്യൽ മീഡിയയിൽ വരും. ഇപ്പോൾ VS-നെതിരെയുള്ള വിമർശനങ്ങൾ വരാമെന്ന് സോഷ്യൽ മീഡിയ ഇല്ല, പരിമിതമായ റീച്ചുള്ളൊരു സംവിധാനമാണ്. അന്ന് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനകീയ അഭിലാഷങ്ങളെ അല്ലെങ്കിൽ ജനകീയ വിമർശനങ്ങളെ പ്രതിനിധീകരിച്ചിരുന്നത് സാംസ്കാരിക പ്രവർത്തകരാണ്. അത് അവരാർക്ക് വോട്ട് ചെയ്യുന്നു, അവരേത് പാർട്ടിക്കാരാണ്, അവരുടെ ഐഡിയോളജി എന്താണ് എന്നൊന്നും നോക്കിയിട്ടല്ലാതെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. VS അച്യുതാനന്ദൻ സർക്കാരിനെ വിമർശിക്കാൻ അന്നത്തെ സാംസ്കാരിക നായകരും മുൻപന്തിയിൽ ആ സർക്കാരിന് വോട്ട് ചെയ്യുന്നവർ, VS-നെ തന്നെ പിന്തുണയ്ക്കുന്നവർ തന്നെ രംഗത്ത് വരുമായിരുന്നു. പക്ഷെ ഇന്നെങ്ങനെയാണ്? ഇന്ന് വരുന്ന ചേഞ്ച് ആ സ്ഥാനം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ വിമർശനങ്ങളെ പ്രതിനിധീകരിക്കാൻ ഈ സാംസ്കാരിക നായരുടെ ആവശ്യമില്ല. അത് ജനങ്ങൾ എവിടെയും തുറന്നു പറയുന്നു, ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ മാറ്റം എവിടെ ഉണ്ടായിട്ടുണ്ട്? സാഹിത്യ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാഹിത്യ മേഖലയിൽ ഉണ്ടായിരുന്നപ്പോൾ ചിലർ വളരെ പെട്ടെന്ന് നിശബ്ദതയിലേക്ക് പോയി. നമ്മളിപ്പോൾ തീരെ കേൾക്കാത്ത കുറേ അധികം ആളുകളുണ്ട്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല. തീരെ അവർ സംസാരിക്കുന്നില്ല, ഒരു രാഷ്ട്രീയവും പറയുന്നില്ല. മുമ്പ് നന്നായി രാഷ്ട്രീയം പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ മൗനികളായിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിഷാദിൻ്റെ മനസ്സിൽ കുറേ പേരുകൾ വരും, ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലും പേരുകൾ വരും. അവർ മൗനത്തിലേക്ക് പോയി. മറ്റു ചിലർ എന്താണ് ചെയ്യുന്നത്? മറ്റു ചിലർ ഇതുപോലെ ഞാൻ ഈ പാർട്ടിയുടെ ആളാണ്, ഈ സർക്കാരിൻ്റെ ഒപ്പമാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ സോഷ്യൽ മീഡിയയുടെയും അല്ലാതെയും നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരന്തരം പ്രകടിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ ന്യായം ഉണ്ടാവും. അതിൻ്റെ കാരണം 2014 ഇന്ത്യയിൽ ഒരു ഭരണകൂടം വന്നു, നരേന്ദ്രമോദി ഭരണകൂടം വന്നു. അപ്പോൾ നരേന്ദ്രമോദി ഭരണകൂടത്തിന് കീഴിലുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിന് കീഴിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരികയാണ്, അല്ലെങ്കിൽ ഒരു LDF സർക്കാർ വന്നിരിക്കുന്നു, CPM-ൻ്റെ സർക്കാർ വന്നിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ വിൽ തുറന്ന് പ്രകടിപ്പിക്കേണ്ടതെന്ന് അവർ സ്വയം ചോദിക്കാം. ഞാൻ ഈ സർക്കാരിനോടൊപ്പമാണ്. ഈ സർക്കാർ എന്ത് ചെയ്യുന്നു? കേന്ദ്രം ഭരിക്കുന്ന ആ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ഈ സർക്കാരിനോടൊപ്പം തുറന്ന് അവരോടൊപ്പം നിൽക്കുകയും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് ഞാൻ ഇവിടെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല എന്ന് ന്യായമായ ആശങ്കയിലും ഉത്കണ്ഠയിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം, അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ഇനി അതല്ല, മറ്റ് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ. ഈ സ്വാർത്ഥ താല്പര്യങ്ങൾ ഞാൻ പറയാൻ കാരണം ഈ 2014 ശേഷം 2014, 15, 16 കാലത്തിനായ മറ്റൊരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ LDF-നെ സംബന്ധിച്ച്, ഇനി ബ്രോഡർ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഈ വിശാല ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ കരുത്ത്, അതിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്നത് അതിൻ്റെ ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സാണ്. ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് അത് കോൺഗ്രസ്സിൽ വേറെ തരത്തിൽ ജനാധിപത്യമില്ല, അതിൻ്റെ തമ്മിലടിയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുക. പക്ഷേ കുറേ കൂടി കാമ്പുള്ള വിമർശനം, സ്വയം വിമർശനമൊക്കെ നടക്കുന്ന ഒരു ഇടമാണ് ഈ വിശാല ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ, അതായത്
ഒരു LDF ഭരണകൂടത്തെ, ഇടത് ഭരണകൂടത്തെ അകത്ത് നിന്ന് വിമർശിക്കുക, അവരോടൊപ്പം നിന്ന് ഈ മുമ്പ് നിഷാദ് പറഞ്ഞ വിയോജിപ്പോടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞ ആളുകളും അതിലുണ്ട്. അവരും നിശബ്ദരാക്കപ്പെട്ടു. അത് നിശബ്ദരായതല്ല, അവർ നിശബ്ദരാക്കപ്പെട്ടു. ആ നിശബ്ദരാക്കപ്പെട്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അന്വേഷിച്ച ഭയങ്കര രസകരമായ കാര്യങ്ങളുണ്ട്. പലർക്കും ദ്രവ്യ ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നും വേണ്ട, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ള സർവകലാശാലകളുടെ നിയമനങ്ങൾ എടുത്തു നോക്കുക. എന്നിട്ട് അവരെ പരിശോധിക്കുക, ആരൊക്കെയാണ് നിശബ്ദരായെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിശബ്ദരായവരുണ്ട്, സെലക്റ്റീവായി നിശബ്ദരാക്കപ്പെട്ടവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു സ്പെക്ട്രമാണ് ഇതിനുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഇനി ഈ ഭരണകൂടത്തോട് പല കാരണങ്ങളാൽ യോജിപ്പ് തുറന്നു പറയുന്ന ആളുകളുണ്ട്. പല കാരണം ഞാൻ മുമ്പ് പറഞ്ഞു, രാഷ്ട്രീയമായ കാരണങ്ങളാൽ തന്നെ യോജിപ്പ് തുറന്നു പറയുന്നവരുണ്ട്. അത് കേന്ദ്രഭരണം BJPയുടെ കയ്യിലുള്ളതുകൊണ്ട് ഒരു ഫാഷിസ്റ്റ് ഭരണകൂടത്തെ എതിർക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടൊപ്പം നിൽക്കുന്നുവെന്ന ഉദാത്തമായ രാഷ്ട്രീയ ബോധത്താൽ നിൽക്കുന്നവരുണ്ട്. ഇനി അങ്ങനെയല്ലാത്ത ആളുകളുണ്ട്. അങ്ങനെയല്ലാത്ത ആളുകളുടെ സാംസ്കാരിക മൂല്യത്തിലുണ്ടായ മാറ്റം എന്താണെന്ന് കൂടി നമ്മൾ ആലോചിക്കുക. ഉദാഹരണം, ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമുള്ള KR മീര. KR മീരയുടെ ആരാച്ചാർ എന്ന കൃതി കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ മലയാളത്തിലുണ്ടായിട്ടുള്ള മികച്ച കൃതികളൊന്നാണ്. മലയാളത്തിലെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന കൃതിയാണ്. ഈ കൃതി വയലാർ അവാർഡ് നേടി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി. ഈ കൃതിക്കെതിരെ ഒരു വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു 2014-15 കാലത്ത്. വയലാർ അവാർഡ് കിട്ടിയ സമയത്ത് ഇത് പ്ലാഗരിസമാണ്, കോപ്പിയടിയാണ്. ജോഷി ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ഡോക്യുമെൻ്ററി അതേപടി കോപ്പി അടിച്ചതാണ്. മറ്റ് പല പുസ്തകങ്ങളിൽ നിന്നും മറ്റു പലരിൽ നിന്നുള്ള റെഫറൻസ് വയ്ക്കാതെ കോപ്പി അടിച്ചിട്ടുണ്ടെന്നൊരു ആരോപണം ഉയർന്നിരുന്നു. അത് അന്ന് ആരും അത്ര കണക്കിലെടുക്കുകയോ അതിനെ ആഘോഷിക്കുകയില്ല. പകരം ആരാച്ചാർ എന്ന കൃതിയെ ആഘോഷിക്കുകയാണ് ചെയ്തത്. ആരാച്ചാർ എന്ന കൃതിയുടെ സാഹിത്യമൂല്യത്തെ ആഘോഷിക്കുകയാണ് കേരളം ചെയ്തത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ആരാച്ചാർ എന്ന കൃതിയെ വേറെ രീതിയിൽ ആളുകൾ വായിക്കുകയാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? വേറെ രീതിയിൽ വായിക്കുന്ന വെച്ചാൽ ഇതൊരു എഡിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഈ 500 പേജ് ഒരു 300 പേജ് ആയിക്കൂടായിരുന്നു എന്ന് ആളുകൾ പരസ്യമായി ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് അവർക്ക് ഗുണമാണോ ദോഷം? ഈ എഴുത്തുകാർക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക? ഇന്ന് മറ്റൊരു എഴുത്തുകാരി ഹരിത സാവിത്രി സിൻ എന്ന് പറയുന്ന ഒരു നോവൽ 2022 മറ്റോ കേരള സാഹിത്യ അക്കാദമി അവിടെ കിട്ടിയതാണ്. അവർ സുരാജിനോടൊപ്പം ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അവരാകെ 1-2 നോവൽ എഴുതിയിട്ടുള്ളൂ. ആദ്യത്തെ നോവലിന് തന്നെ അവർക്ക് അക്കാദമി അവാർഡ് കിട്ടി. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക? അവരുടെ അക്കാദമി അവാർഡ് നിർണയ ജൂറിക്ക് പറ്റിയ തെറ്റുകളെ പറ്റിയുള്ള വിശകലനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും സോഷ്യൽ മീഡിയയിൽ. അതിലും മൂല്യമുള്ള, അതിൻ്റെ സാഹിത്യ മൂല്യത്തെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്നു. അതിലും മൂല്യമുള്ള കൃതി ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവർക്ക് ആദ്യത്തെ എഴുത്തുകാരി എന്നതിൽ അവാർഡ് കിട്ടിയെന്ന് ആളുകൾ ചോദിക്കുന്നു. ഇത് മൊത്തത്തിൽ നമ്മുടെ ഇത്തരം തുറന്ന പ്രകടനങ്ങളുടെ ഒരു തിരിച്ചടിയാണത്. അവരങ്ങനെ ചെയ്തു എന്നോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നോ KR മീര കോപ്പി അടിച്ചതാണെന്നോ ഹരിത സാവിത്രിക്ക് അനർഹമായ അവാർഡ് കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. മൊത്തം ഈ സാഹിത്യ പ്രവർത്തകർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും സമൂഹം നൽകിയിരുന്നൊരു വില, ആ വില ഇടിയുന്നതിന് ഇതൊരു കാരണമാകും. മറുവശത്ത് ഇതിന് വേറൊരു ഗുണവശം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ളൊരു ബ്രോഡർ രാഷ്ട്രീയ പെർസ്പെക്റ്റീവിൽ ഒരു എഴുത്തുകാരി രാഷ്ട്രീയ വർഷം പിടിക്കുന്നതിൽ തെറ്റ് പറയാനും കഴിയില്ല, അവരുടെ ഇൻറ്റൻഷൻ ആത്മാർത്ഥമാണെങ്കിൽ. പക്ഷേ ഇതിലൊരു പ്രശ്നം, ഇത് മൊത്തം കലങ്ങി മറിഞ്ഞിട്ട് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയത്തിനും സമൂഹത്തിനും സാഹിത്യത്തിനും ഉണ്ടാവുന്നു എന്നുള്ളതാണ് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അത് താങ്ങാനുള്ള ശേഷി രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവും, പക്ഷേ സാഹിത്യകാർക്ക് ഉണ്ടാവില്ല.